ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ജനറേറ്റഡ് ഇമേജസോ അല്ലെങ്കിൽ വീഡിയോസോ ആയിരിക്കും. ഇപ്പം ജനറേറ്റഡ് വീഡിയോസോ ഫോട്ടോസോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ജനറേറ്റഡ് ആണ് എന്നുള്ള കാര്യം ലേബൽ ചെയ്യണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ജനറേറ്റഡ് ആണ് എന്നുള്ള കാര്യം എങ്ങനെ ലേബൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറി സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താലും നമ്മൾ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഇത് ജനറേറ്റഡ് ഇമേജ് ആണ്. ഇത് ഇനി ലേബൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡ് ലേബൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അത് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയതിന് ശേഷം ബാക്ക് അടിച്ചാൽ ആ ഒരു സെറ്റിംഗ്സ് സേവ് ആവുന്നതായിരിക്കും. വീണ്ടും സെറ്റിംഗ്സ് സെലക്ട് ചെയ്താൽ അത് ഓൺ ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ആ ഒരു സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഫോ എന്നുള്ളത് കാണാൻ പറ്റും. അതിന് മുമ്പത്തെ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിൽ ഇൻഫോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ജനറേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ലേബൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.